ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാക്ടിന്റെ മെറ്റീരിയൽ യുഐയിൽ ബട്ടൺ ഗ്രൂപ്പിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബട്ടൺ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ബട്ടൺ ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ബട്ടണെ നമുക്ക് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് അതിനൊരു കോമൺ യൂസ് കേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു മാസ്റ്റർ മോഡ്യൂൾ എടുക്കാം നമ്മുടെ പ്രൊജക്റ്റിലെ. അപ്പൊ അവിടെ സേവ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇങ്ങനത്തെ ബട്ടൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മുടെ സെർവർ സൈഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ബട്ടൺ അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാനെ സേവ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കോമൺ യൂസ് കേസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പേജിനേഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രിഡോ, ലിസ്റ്റ് വ്യൂ, ഡാറ്റ ടേബിൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പേജിനേഷൻ സെറ്റ് ചെയ്യാറില്ലേ. ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ താഴെ സെറ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ സെറ്റ് വെച്ചിട്ടല്ലേ. ഒരു പ്രീവിയസ് നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ നമ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 1 2 3 എന്ന് പറഞ്ഞ പേജസ്. ഫസ്റ്റ് പേജിൽ നിന്ന് സെക്കൻഡ് പേജിലേക്ക് പോകണമെങ്കിൽ നെക്സ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് പേജോ ക്ലിക്ക് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് സെർവർ സൈഡിൽ നിന്ന് ആ ഡാറ്റ എടുത്തിട്ട് വന്നിട്ട് ആ ഗ്രിഡ് അല്ലെങ്കിൽ ഡാറ്റ ടേബിൾ റീലോഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ കോമൺ യൂസ് കേസ് വരുന്ന ബട്ടൺസ് എല്ലാം നമുക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഈ ബട്ടൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോമൺ ഫോൾഡറിന്റെ അണ്ടറിൽ MUI ബട്ടൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് MUI ബട്ടൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. ഇവിടേക്ക് ഞാൻ ബട്ടൺ ഗ്രൂപ്പിനെയും ബട്ടനെയും ഇമ്പോർട്ട് ചെയ്യുവാണ് ലൈബ്രറിയിൽ നിന്ന്. നെക്സ്റ്റ് ബട്ടൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ് ഈ ഡിവിഷനിൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ യൂസ് കേസിലെ പേജിനേഷന്റെ യൂസ് കേസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സാധാരണയായിട്ട് നമുക്ക് പേജിനേഷനിൽ എത്ര പേജസ് വരും എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ടോട്ടൽ റെക്കോർഡ്സും പിന്നെ പെർ പേജിന്റെ കൗണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമല്ലേ ചെയ്യാറ്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുന്നതുകൊണ്ട് സപ്പോസ് നമുക്ക് 3 പേജാണ് സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഒരു ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ആയിരിക്കും. പിന്നെ പറഞ്ഞു 3 പേജാണ്. സോ 1 2 3 എന്ന് പറഞ്ഞ് 3 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈനൽ ബട്ടൺ നെക്സ്റ്റ് ബട്ടൺ ആയിരിക്കും. ഇവിടെ നമ്മൾ 3 ബട്ടണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബട്ടന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേരിയന്റ്, കളറ്, സൈസ്, പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഓരോ ബട്ടണും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു കോമൺ ബട്ടൺ സെറ്റ്, ഒരു ബട്ടൺ ഗ്രൂപ്പ് ആണല്ലേ. എവിടെ എല്ലാ ബട്ടണും സെയിം സ്റ്റൈലും ബിഹേവിയറും ആയിരിക്കും ഉണ്ടാവുക. സോ ഞാനിത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ബട്ടൺ ഗ്രൂപ്പിനാണ്. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ വേരിയന്റ് പ്രോപ്പർട്ടിയാണ് സെറ്റ് ചെയ്യുന്നത്. അത് കണ്ടെയ്ൻഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രൈമറി ബട്ടൺ ഗ്രൂപ്പ് ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്യുവാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു പറഞ്ഞത്? കളർ അല്ലേ. കളർ ഞാൻ പ്രൈമറി കൊടുക്കുവാണ്. അപ്പൊ പ്രൈമറി കളർ ഒക്കെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ബട്ടന്റെ പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ പ്രൈമറിന്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ സൈസ് അല്ലേ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. ഞാൻ സൈസ് ഇവിടെ സ്മോൾ ബട്ടൺ മതി, എനിക്ക് സ്മോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. വെർട്ടിക്കലി ഹൊറിസോണ്ടലി നമുക്കിത് അലൈൻ ചെയ്യാന്ന്. സോ അതിന് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടലി ആണ് ഈ ബട്ടൺ വരേണ്ടത്. സോ ഞാൻ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ആ ബട്ടൺ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും സെയിം പ്രോപ്പർട്ടീസ് നല്ല ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഹൊറിസോണ്ടലി അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വെർട്ടിക്കൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓറിയന്റേഷനെ ഹൊറിസോണ്ടൽ മാറ്റിയിട്ട് വെർട്ടിക്കൽ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. ആ ബട്ടൺ ഗ്രൂപ്പ് വെർട്ടിക്കലി അലൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ ഗ്രൂപ്പിന്റെ വിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓരോ ബട്ടനെ സ്മോൾ സൈസ് ബേസ് ചെയ്തിട്ടല്ലേ വിട്ട് വന്നിരിക്കുന്നത്. ഇനി എൻ്റയർ പേജിൽ ഇത് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഹൊറിസോണ്ടലിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. നമുക്ക് ഫുൾ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബൈ ഡിഫോൾട്ട് അത് ഫാൾസ് ആയിരിക്കും. അപ്പൊ അത് സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റയർ പേജിന്റെ ഫുൾ വിഡ്ത്തിൽ ഇത് അലൈൻഡ് ആകും. കണ്ടില്ലേ. അതേപോലെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡിസേബിൾ റിപ്പിൾ എഫക്റ്റും ഡിസേബിൾ എലിവേഷനും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബട്ടൺ ഗ്രൂപ്പിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ചിട്ട് ഈ ഒരു കോമ്പോണന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്